വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, നിങ്ങളേവരെയും ഏറെ സ്നേഹത്തോടെ ഈ വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാം ഇന്ന് ധ്യാനിക്കുന്ന വിഷയം കാലഘട്ടത്തിന് അനുസൃതമായി ദൈവവചനത്തിന് മാറ്റമുണ്ടോ എന്നതാണ്. ഞാൻ ഈ ഒരു വിഷയം തിരഞ്ഞെടുക്കാൻ തന്നെ കാരണം, പല കൗൺസിലിംഗ് അനുഭവങ്ങൾക്കായിട്ട് വരുമ്പോഴും പല ഫോൺ കോളുകളിലും ഒരുപാട് ആൾക്കാർ ചോദിക്കാറുള്ള ഒരു കാര്യമാണ്, ഇതൊക്കെ പണ്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ടിട്ടുള്ള വചനങ്ങളല്ലേ? ഇപ്പോൾ കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള മാറ്റം എല്ലാ മേഖലകളിലും വന്ന സ്ഥിതിക്ക് ഈ വചനങ്ങളൊക്കെ ഇന്നും ആപ്ലിക്കബിൾ ആണോ എന്നതാണ്. പല കാര്യങ്ങളും വചനം അനുസൃതമായി നാം സംസാരിക്കുമ്പോൾ ഇതൊന്നും ഇന്നത്തെ കാലത്ത് നടപ്പുള്ളതല്ല എന്ന പൊതുവെയുള്ള ഒരു അഭിപ്രായം കേൾക്കാറുള്ളതാണ്. പ്രത്യേകിച്ച് ജീവിത ഗന്ധിയായിട്ടുള്ള വിഷയങ്ങളിൽ ഒരു അഭിപ്രായം ചോദിക്കുമ്പോൾ ഞാൻ സാധാരണയായി വചനം അനുസരിച്ചുള്ള കാര്യമാണ് പറയാറുള്ളത്. എന്നാൽ പലരും തിരിച്ചു ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, ഇതെല്ലാം ഇപ്പോഴെല്ലാം നടത്താൻ സാധിക്കുമോ? ഇപ്പോഴത്തെ ജനറേഷൻ മാറിയില്ലേ? ഈ വചനങ്ങൾ ഇപ്പോഴും നമ്മൾ പറഞ്ഞാൽ എങ്ങനെയാണ് അത് ശരിയാവുക? അപ്പോൾ നമ്മൾ ഇന്ന് ആ ഒരു വിഷയത്തെ പറ്റിയാണ് ധ്യാനിക്കാൻ പോകുന്നത്. ചില വചനഭാഗങ്ങൾ ഭയങ്കര കടുപ്പമല്ലേ എന്ന് യേശുവിൻ്റെ കാലഘട്ടത്തിലും ശിഷ്യന്മാർ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ദൈവവചനം പാലിക്കുന്നവർക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന സമ്മാനം എന്താണ്? അപ്പോൾ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന സുവിശേഷ ഭാഗം മത്തായിയുടെ സുവിശേഷം 7-ാമത്തെ അധ്യായമാണ്. എല്ലാവർക്കും ഏകദേശം പരിചയമുള്ള ഒരു വിഷയം തന്നെയാണ് ഇത്. 24 മുതൽ 27 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്, ധ്യാനിക്കാൻ പോകുന്നത്. ഏറെ നാം കേട്ടിട്ടുള്ള വചനങ്ങളാണ്. പാറയിൽ പണിയപ്പെട്ട ഭവനം, മണലിന്മേൽ പണിയപ്പെട്ട ഭവനം. വചനം അനുസരിക്കുന്നതിനെ പറ്റിയുള്ള വചനങ്ങളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആദ്യം വചനത്തിലേക്കൊന്ന് കടക്കാം. 24-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു: എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ. 2 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രവിക്കുകയും അത് അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യമായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, എങ്കിലും അത് വീണില്ല. എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. അടുത്ത വചനം 26-ാമത്തെ വചനവും ഏകദേശം ഇതുപോലെ തന്നെയാണ്. എൻ്റെ ഈ വചനങ്ങൾ കേൾക്കുക എന്നത് 2 വചനങ്ങൾക്കും കോമൺ ആയിട്ടുള്ളതാണ്. എന്നാൽ അത് അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ മണൽപ്പുറത്ത് ഭവനം പണിത ഭോഷന് തുല്യമായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, അത് വീണുപോയി, അതിൻ്റെ വീഴ്ച വലുതായിരുന്നു. നമുക്ക് കാണാൻ സാധിക്കും, വചനം ശ്രവിക്കുന്നവർ അഥവാ വചനം കേൾക്കുന്നവർ, വചനം വായിക്കുന്നവർ എല്ലാവരുമാണ്. പക്ഷെ വചനം അനുസരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് സുപ്രധാനം.
ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ പ്രത്യേകിച്ചും വിദ്യാർത്ഥികളുടെ ചോദ്യമാണ്, ബൈബിളിലുള്ളതെല്ലാം നമുക്ക് പാലിക്കാൻ സാധിക്കുമോ? ഇത് ഇംപോസിബിൾ അല്ലേ? അതിന് നമ്മൾ ആത്മീയമായ ഒരു ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാൻ പോവുകയാണ്. നമ്മൾ വചനഭാഗം കേട്ട് കഴിഞ്ഞു. വചനം ശ്രവിക്കുന്നവരല്ല, വചനം അനുസരിക്കുന്നവരാണ് പാറപ്പുറത്ത് ഭവനം പണിതവർക്ക് തുല്യം. വചനം അനുസരിച്ചാൽ നാം എന്നേക്കും ജീവിക്കും. നമ്മുടെ ജീവിതം യേശുവിൽ പാറ പോലെ ഉറച്ചതായിരിക്കും. എന്നാൽ വചനം കേൾക്കുക മാത്രം ചെയ്ത് അനുസരിക്കാതിരുന്നാൽ കാറ്റും വെള്ളപ്പൊക്കവും ഒക്കെ ഉണ്ടാകുമ്പോൾ വീണു പോകുന്ന ജീവിതങ്ങളായി മാറുന്നത് നാം കാണാറുണ്ട്. നാം ഈ ഒരു വിഷയത്തെപ്പറ്റി അല്പം കൂടെ ഗഹനമായി ആഴമായി ധ്യാനിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇനിയും ഇതുമായി ബന്ധപ്പെട്ട ഏതാനും വചനങ്ങൾ കൂടെ കാണേണ്ടതായിട്ടുണ്ട്. പല ചോദ്യവും ചോദിക്കുന്ന വ്യക്തികളോട് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന വചനങ്ങൾ ഇത് തന്നെയാണ്. എന്തുകൊണ്ട് വചനം അനുസരിക്കണം? വചനം മാറുമോ? കാലാനുസൃതമായി നമുക്ക് വചനത്തെ പരിഷ്കരിക്കാൻ പറ്റുമോ? നമുക്ക് ആദ്യമായിട്ട് കാണാൻ പോകുന്ന വചനം മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായം 35-ാമത്തെ തിരുവചനം. ആകാശവും ഭൂമിയും കടന്നു പോകും, എൻ്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല. ദൈവവചനം എന്നേക്കും നിലനിൽക്കുന്നു. ആകാശവും ഭൂമിയും കടന്നു പോയാൽ പോലും ദൈവവചനങ്ങൾക്ക് മാറ്റം ഉണ്ടാകത്തില്ല. ദൈവവചനങ്ങൾ പാലിക്കപ്പെടാൻ വേണ്ടിയുള്ളതാണ്, അനുസരിക്കാൻ വേണ്ടിയിട്ടും മാത്രമുള്ളതാണ്. എങ്കിലേ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് നാം നമ്മുടെ ചിന്താഗതിയിൽ തുല്യരായി മാറുകയുള്ളൂ. ഇനി നമ്മൾക്ക് ഇതുപോലെയുള്ള ഒരു വചനം കേൾക്കാം. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാമത്തെ അധ്യായം 8-ാമത്തെ തിരുവചനമാണ്. നാം ഏറെ കേട്ടിട്ടുള്ള ഒരു വചനമാണ്. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ്. യേശു ക്രിസ്തുവിന് മാറ്റമില്ല. ദൈവവചനങ്ങൾക്ക് മാറ്റമുണ്ടോ? അതുമില്ല. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു: ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ ദൈവവചനം എന്ന് പറയുന്നത് ദൈവം തന്നെയാണ്. ദൈവവചനം അനുസരിക്കുക എന്നതിൽ കൂടെ അർത്ഥമാക്കുന്നത് ദൈവത്തെ അനുസരിക്കുക മാത്രമാണ്. അതുകൊണ്ട് തന്നെ ദൈവവചനം അനുസരിക്കാതിരിക്കുമ്പോൾ ദൈവത്തെ അനുസരിക്കാതെയും ബഹുമാനിക്കാതെയും ഇരിക്കുക തന്നെയാണ് ചെയ്യുന്നത്. നമുക്കതിൽ മാറ്റം വരുത്താൻ അർഹതയില്ല. വേറൊരു വചനം നമുക്ക് നോക്കാം. സുഭാഷിതങ്ങളുടെ പുസ്തകം 8-ാമത്തെ അധ്യായം 8-ാമത്തെ വചനമാണ്. എൻ്റെ വാക്കുകൾ നീതിയുക്തമാണ്, വളച്ചൊടിച്ചതോ വക്രമോ ആയി ഒന്നും അതിലില്ല. അതിൻ്റെ അർത്ഥം അത് വളച്ചൊടിക്കാനോ വക്രമായി എടുക്കാനോ പാടില്ല. അത് നീതിയുക്തമാണ്, അത് അതേപടി പാലിക്കപ്പെടാനുള്ളത് മാത്രമാണ്. വേറെ ഒരു വചനം ഇങ്ങനെ പറയുന്നു. 2 തിമോത്തിയോസ് 4-ാമത്തെ അധ്യായം 3-ാമത്തെ തിരുവചനം. ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു. കേൾവിക്ക് ഇമ്പമുള്ളവയിൽ ആവേശം കൊള്ളുകയാൽ അവർ തങ്ങളുടെ അഭിരുചിക്ക് ചേർന്ന പ്രബോധകരെ വിളിച്ചുകൂട്ടും. പ്രധാനമായും കുടുംബ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം, ഭാര്യ ഭർത്തൃ ബന്ധത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പുതിയ തത്വസംഹിതകളെല്ലാം ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ തുല്യത തുടങ്ങിയ അവകാശങ്ങളിൽ തീർച്ചയായും മനസ്സ് ഏറെ ഊറ്റം കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ദൈവവചനത്തിൻ്റെ പ്രസക്തി എന്താണ് എന്ന് കുടുംബ കൗൺസിലിങ്ങിൽ ഇടപെടുമ്പോൾ ഒരുപാട് എതിർ അഭിപ്രായങ്ങൾ കേൾക്കാൻ ഇടവന്നിട്ടുണ്ട്. അങ്ങനെയല്ല, ഇത് ഇന്നത്തെ കാലത്ത് മാറ്റം സംഭവിക്കണം. ഇന്നത്തെ കാലത്ത് മാറ്റം സംഭവിക്കുന്ന പല കുടുംബങ്ങളും ഇന്ന് മണലിന്മേൽ പണിത ഭവനം പോലെ തന്നെയാണ്. ചാഞ്ഞും ചെരിഞ്ഞും
മുന്നോട്ടൊരു ഭാവിയില്ലാതെയും നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ആത്മീയമായി ഈ ഒരു കാര്യത്തെപ്പറ്റി എങ്ങനെ ചിന്തിക്കണം, എന്ത് കാഴ്ചപ്പാടായിരിക്കണം നമ്മുടേത് എന്ന് മനസ്സിലാക്കാൻ ഈ പറഞ്ഞ വചനങ്ങളിലൂടെ നാം കടന്നു പോകേണ്ടത്. ഇനിയും ദൈവവചനം നാം പാലിക്കണം, അതിൽ മായം കലർത്താൻ പാടില്ല എന്ന് പറയുന്ന വേറൊരു വചനമാണ് സങ്കീർത്തനം 111 8-ാമത്തെ വചനം. അവിടുത്തെ പ്രമാണങ്ങൾ വിശ്വാസ്യമാണ്, വിശ്വസ്തയോടും പരമാർത്ഥതയോടും കൂടെ പാലിക്കപ്പെടാൻ അവയെ എന്നേക്കുമായി സ്ഥാപിച്ചിരിക്കുന്നു. ഇത് സ്ഥാപിച്ചിരിക്കുന്നത് ഒരു കാലഘട്ടത്തിന് മാത്രമല്ല, എന്നേക്കുമായി സ്ഥാപിച്ചിരിക്കുന്ന വചനങ്ങളാണിത്. ഇത് അനുസരിക്കേണ്ടത് തന്നെയാണ്. ഇതനുസരിച്ച് തന്നെയാണ് ഓരോ വ്യക്തിയും സ്വന്തം ജീവിതം ക്രമപ്പെടുത്തേണ്ടത് എന്ന് വചനം തന്നെ നമ്മെ ഉദ്ബോധിപ്പിക്കുകയാണ്. ഇനിയും സങ്കീർത്തനം 119 4-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു: അങ്ങയുടെ പ്രമാണങ്ങൾ ശ്രദ്ധാപൂർവം പാലിക്കണമെന്ന് അങ്ങ് കൽപ്പിച്ചിരിക്കുന്നു. ദൈവ കൽപ്പനയാണ് നാം അനുസരിക്കേണ്ടത്. ഇത് നമുക്ക് നിത്യജീവൻ ലഭിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. ഇനിയും പറഞ്ഞിരിക്കുകയാണ്, വചനം പാലിക്കുന്നവർക്ക് ഏത് അടിസ്ഥാനത്തിന്മേലാണ് നിങ്ങളുടെ ജീവിതം ക്രമപ്പെടുത്തിയിരിക്കുന്നത് എന്നതിൻ്റെ മറ്റൊരു ഗുണം പറഞ്ഞിരിക്കുന്നു. സങ്കീർത്തനം 119 ഏറെ ദൈർഘ്യമുള്ള ഒരു സങ്കീർത്തനമാണ്. അതിൽ 100-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു: വൃദ്ധരേക്കാൾ എനിക്ക് അറിവുണ്ട്, എന്തെന്നാൽ അങ്ങയുടെ പ്രമാണങ്ങൾ ഞാൻ പാലിക്കുന്നു. കർത്താവിൻ്റെ പ്രമാണങ്ങളും വചനങ്ങളും പാലിക്കുന്ന ഒരു വ്യക്തിക്ക് അറിവ് ലഭിക്കുന്നു. അതിനാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, കർത്താവിൻ്റെ പ്രമാണങ്ങൾ അംഗീകരിക്കുകയോ അനുസരിക്കുകയോ ചെയ്യാതെ വ്യാഖ്യാനം കൊടുക്കുന്ന വ്യക്തികൾക്ക് ആത്മീയമായ അറിവ് ഇല്ല എന്ന് തന്നെ. ഇനി നമുക്ക് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഏതാനും വചനങ്ങൾ കൂടെ ഒന്ന് കാണേണ്ടതായിട്ടുണ്ട്. അപ്പസ്തോല പ്രവൃത്തികൾ 20-ാമത്തെ അധ്യായം 30-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു: ശിഷ്യരെ ആകർഷിച്ച് തങ്ങളുടെ പിന്നാലെ കൊണ്ടുപോകാൻ വേണ്ടി സത്യത്തെ വളച്ചൊടിച്ച് പ്രസംഗിക്കുന്നവർ നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടാകും. ദൈവവചനത്തിന്റെ വ്യാഖ്യാനം ഇതല്ല എന്നും വേറൊരു അർത്ഥത്തിലാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്നും ഈ ഒരു അനുഭവത്തിൽ ഇത് ഒട്ടും പ്രായോഗികമല്ല എന്നും വാദിക്കുന്നവർ ശരിക്കും പറഞ്ഞാൽ സത്യത്തെ വളച്ചൊടിക്കുകയാണ്. കേൾവിക്ക് ഇമ്പകരമായതിൽ മാത്രം ആവേശം കൊള്ളുകയാണ്. മാനുഷികമായി ചിന്തിച്ചാൽ നമുക്കെല്ലാവർക്കും ഉള്ള ഒരു പോരായ്മ അഥവാ ബലഹീനതയാണ്, നാം ചെയ്യുന്നത് ശരിയല്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിനോടൊരു എതിരിടാനുള്ള ഒരു ടെൻഡൻസി, ഒരു പ്രവണത, അത് തികച്ചും മാനുഷികമാണ്. നമ്മളുടെ പ്രശ്നങ്ങളിൽ എന്താണ് പാലിക്കേണ്ടത് എന്ന് വചനാധിഷ്ഠിതമായി കേൾക്കുകയും വായിക്കുകയും അറിയുകയും പൂർണ്ണമായും ചെയ്തിട്ടും അതല്ല, അതിവിടെ ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിവാകാൻ ശ്രമിക്കുന്ന എത്രയോ വ്യക്തികളെ നമുക്ക് കാണാൻ സാധിക്കും. പഠനത്തെ സംബന്ധിച്ചും ജോലിയെ സംബന്ധിച്ചും ജീവിതത്തെ സംബന്ധിച്ചും ഭാര്യ ഭർത്താക്കന്മാരുടെ ഉത്തരവാദിത്തത്തെ സംബന്ധിച്ചും മക്കളോടുള്ള മാതാപിതാക്കളുടെ ഉത്തരവാദിത്തത്തെ സംബന്ധിച്ചും മാതാപിതാക്കളോടുള്ള മക്കളുടെ ഉത്തരവാദിത്തത്തെ സംബന്ധിച്ചും എല്ലാമുള്ള എന്തുമാത്രം വചനങ്ങളാണ് നാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിവാക്കുകയും അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്ന് ഞാനടക്കം ആത്മപരിശോധന ചെയ്യാനാണ് ഈ വചനങ്ങൾ ഉപകാരപ്പെടുന്നത്. മറ്റൊരു വചനം നമുക്ക് നോക്കാം. മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം 19-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു: ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും. എന്നാൽ അത് അനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും. ദൈവവചനം മായം ചേർക്കാനുള്ളതല്ല,
അത് എല്ലാ കാലഘട്ടത്തിനു വേണ്ടിയും എഴുതപ്പെട്ടിട്ടുള്ള വചനമാണ്. കാലാകാലങ്ങളായി ഇത് നിലനിൽക്കുന്നു, ഇനിയും നിലനിൽക്കുക തന്നെ ചെയ്യും. ഇത് അനുസരിക്കുന്നവർക്ക് അഭിവൃദ്ധി ഉണ്ടാകും, ദൈവത്തിൽ അവർ സുരക്ഷിതരായിരിക്കും. അനുസരിക്കാതെ ഒഴുകഴിവുകൾ കണ്ടെത്തുന്നവരുടെ ജീവിതം പരാജയത്തിലേക്ക് നീങ്ങുകയും ചെയ്യും എന്നത് തർക്കമറ്റ സംഗതിയാണ്. നമുക്ക് ആത്മപരിശോധനയ്ക്കായി ഈ ഒരു വിഷയം എടുത്ത് നന്നായി ഒന്ന് ചിന്തിച്ചു നോക്കാം. ഇനി ഒരു അനുഭവ പാഠത്തിലേക്ക് നാം കടക്കുകയാണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വിദ്യാർത്ഥിനി ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. എല്ലാ രീതിയിലും നല്ല മിടുക്കിയായി കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ കുട്ടി ക്ലാസ് ലീഡർ കൂടിയാണ്. ഒരു ദിവസം ഈ കുട്ടി എന്നെ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയുണ്ടായി. മാഡം, ഞങ്ങളുടെ കോളേജിൽ കുറേയേറെ അസൗകര്യങ്ങളുണ്ട്. ക്ലാസ് റൂം, അതുപോലെ പഠന ഉപകരണങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ അപര്യാപ്തത ധാരാളമായുണ്ട്. ഇത് പല പ്രാവശ്യം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും വലിയ മാറ്റമൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. അപ്പം ഞങ്ങളുടെ ഈ കോഴ്സ് ചെയ്യുന്ന എല്ലാ ബാച്ചിലെയും വിദ്യാർത്ഥികൾ ഒന്നിച്ച് ഇതിനെതിരെ ഒരു പ്രതിഷേധം രേഖപ്പെടുത്താനായിട്ട് ആഗ്രഹിച്ചിരിക്കുകയാണ്. ആ പ്രതിഷേധം പ്രിൻസിപ്പലിനെ ഘെരാവോ ചെയ്യുന്ന രീതിയിലാക്കാനാണ് ഞങ്ങളുടെ ക്ലാസ്സിൻ്റെ എക്സിക്യൂട്ടീവ് സമിതികൾ തമ്മിൽ എടുത്ത ഒരു തീരുമാനം. ഞാൻ തിരിച്ചു ചോദിച്ചു, എന്തിനാണ് എന്നെ വിളിച്ചത്? അപ്പോൾ ഈ കുട്ടി പറഞ്ഞു, മാഡത്തിനറിയാവല്ലോ, ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്, ഞാൻ ക്ലാസ് ലീഡറും കൂടെയാണ്. പക്ഷേ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എല്ലാവരുടെയും പൊതുവായ അഭിപ്രായത്തെ മാനിച്ച് ഞാനും വേറെ 2 കുട്ടികളും ഓരോ ബാച്ചിനെ റെപ്രസെൻ്റ് ചെയ്ത് വേണം നാളെ പ്രിൻസിപ്പലിൻ്റെ റൂമിൽ കടന്നു ചെല്ലാനും ഈ പ്രതിഷേധത്തെപ്പറ്റി അറിയിക്കാനും പ്രിൻസിപ്പലിനെ തടഞ്ഞു വയ്ക്കാനും. ഞാൻ വീണ്ടും ചോദിച്ചു, അതുകൊണ്ട്? കുട്ടി പറഞ്ഞു, എന്തോ ഒരു കുറ്റബോധം തോന്നുന്നു മാഡം, ഒരു മനസാക്ഷി കുത്തു തോന്നി, അതുകൊണ്ട് മാത്രമാണ് മാഡത്തെ ഞാൻ ഇപ്പോൾ ഫോണിൽ വിളിച്ചത്. ഞാൻ ചോദിച്ചു, മോളെ, നാം എല്ലാവരും വചനം അനുസരിക്കുന്നവരാണ്, വചനം എന്തു പറയുന്നു എന്ന് നോക്കിയിരുന്നോ? അപ്പം നമ്മളുടെ ഇന്നത്തെ വിഷയത്തെ സംബന്ധിച്ചുള്ള ഒരു കൺഫ്യൂഷനാണ് ഇപ്പോൾ അവതരിച്ചിരിക്കുന്നത്. ലീഡർ എന്ന നിലയിൽ ഒരു അഭിവൃദ്ധിക്ക് വേണ്ടി പ്രിൻസിപ്പലിനെ തടഞ്ഞ് വയ്ക്കാനായി മുൻനിര പ്രവർത്തകയായി കടന്നു ചെല്ലാൻ പാടുണ്ടോ ഇല്ലയോ? ഈ പെൺകുട്ടി എന്നോട് തിരിച്ച് സംസാരിക്കാൻ തുടങ്ങി. മാഡം, അതൊരു നന്മയ്ക്ക് വേണ്ടിയല്ലേ? ഒരുപാട് വിദ്യാർത്ഥികളുടെ അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ നിഷേധിക്കപ്പെട്ടിരിക്കുന്ന ഈ അവസരത്തിൽ അതൊരു പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യമല്ലേ? അത് വചനത്തിന് എതിരായി പോകുമോ? ഞാനൊരു അഭിപ്രായവും പറഞ്ഞില്ല. തിരിച്ച് വീണ്ടും ചോദിച്ചു, ഇതേപ്പറ്റിയുള്ള വചനം വായിച്ചു നോക്കിയായിരുന്നോ? പെൺകുട്ടി പറഞ്ഞു, തീർച്ചയായും. ബൈബിൾ പ്രാർത്ഥനയ്ക്ക് ശേഷം തുറന്നപ്പോൾ ആ പെൺകുട്ടിക്ക് റോമാക്കാർക്ക് എഴുതിയ ലേഖനം കറക്റ്റ് 13-ാമത്തെ അധ്യായം ലഭിക്കുകയുണ്ടായി. അത് വായിച്ചതിന് ശേഷമാണ് ഈ പെൺകുട്ടി എന്നെ വിളിക്കാനിടയായത്. ഈ ഒരു അനുഭവം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. ഞാൻ വീണ്ടും പറഞ്ഞു, താൻ പ്രാർത്ഥിച്ചിട്ട് ബൈബിൾ തുറന്നപ്പോൾ തനിക്ക് കിട്ടിയ വചനം എന്ന് പറഞ്ഞാൽ ദൈവം തന്നോട് സംസാരിക്കാനായിട്ട് ഉപയോഗിച്ചതാണ് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? പെൺകുട്ടി തീർച്ചയായും പറഞ്ഞു, ഇതിനു മുമ്പ് പല വിഷമസന്ധിയിലൂടെ ഞാൻ കടന്നുപോയപ്പോൾ, പരീക്ഷകളും ഈ കോഴ്സിനുള്ള അഡ്മിഷനും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടായി തീർന്നപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ബൈബിൾ തുറക്കുകയും എനിക്ക് വചനം മെസ്സേജായി ലഭിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. തീർച്ചയായും നാളെ ഇത് ചെയ്യാനിരിക്കുമ്പോൾ ഇന്ന് വൈകിട്ട് ഞാൻ മാഡത്തെ വിളിച്ചതിൻ്റെ ഉദ്ദേശം തന്നെ ഇങ്ങനെ ഒരു വചനം കിട്ടിയതുകൊണ്ടാണ്
ഞാനത് ആദ്യം പറഞ്ഞില്ലെന്നേ ഉള്ളൂ കേട്ടോ എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 13-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ്: അധികാരത്തോട് വിധേയത്വം. ഓരോരുത്തരും മേലധികാരികൾക്ക് വിധേയനായിരിക്കട്ടെ. എന്നാൽ ദൈവത്തിൽ നിന്നല്ലാതെ അധികാരമില്ല. നിലവിലിരിക്കുന്ന അധികാരങ്ങൾ ദൈവത്താൽ സ്ഥാപിതമാണ്. 2-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു: തന്നിമിത്തം അധികാരത്തെ ധിക്കരിക്കുന്നവൻ ദൈവിക സംവിധാനത്തെയാണ് ധിക്കരിക്കുന്നത്. ധിക്കരിക്കുന്നവൻ തങ്ങൾക്ക് തന്നെ ശിക്ഷാവിധി വരുത്തിവെക്കും. ഈ 2 വാചകങ്ങൾ ഹൃദയത്തിൽ തട്ടിയത് കൊണ്ടാണ് ആ പെൺകുട്ടി എന്നെ വിളിക്കാനിടയായത്. ഞാൻ തിരിച്ചു ചോദിച്ചു, നമ്മൾ ആരുടെ വചനങ്ങളാണ് പാലിക്കേണ്ടത്? മനുഷ്യരുടെ വചനങ്ങളോ അതോ ദൈവത്തിൻ്റെ വചനമോ? പെൺകുട്ടി തിരിച്ച് സംസാരിച്ചു, ദൈവത്തിൻ്റെ വചനം. ഞാൻ കൂടുതലൊന്നും സംസാരിച്ചില്ല. ദൈവത്തിൻ്റെ വചനമാണ് പാലിക്കേണ്ടത് എന്ന് തനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനം പാലിക്കുക. പെൺകുട്ടി പറഞ്ഞു, ഇപ്പോൾ എനിക്ക് മനസ്സിലൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നുണ്ട് മാഡം. ഞാൻ ദൈവവചനത്തിന് അനുസൃതമായി മുന്നോട്ട് നീങ്ങാൻ പോവുകയാണ്. നാളെ പ്രിൻസിപ്പലിനെ തടഞ്ഞു വയ്ക്കുന്നതിൻ്റെ മുൻനിരയിൽ ഒരിക്കലും ഞാൻ ഉണ്ടാവില്ല. എനിക്കും സന്തോഷമായി. പക്ഷേ പെൺകുട്ടി വീണ്ടും എന്നോട് ചോദിച്ചു, ഞാനൊരു ക്ലാസ് ലീഡറാണ്. നാളെ ഞങ്ങളിത് ചെയ്യാൻ എല്ലാ പ്ലാനും ഇട്ടിരിക്കുകയാണ്. ഇന്ന് വൈകിട്ടാണ് എനിക്ക് വചനം ലഭിക്കുന്നത്. നാളെ ഞാൻ എന്ത് ചെയ്യണം? മാഡം ഒരു വഴി പറഞ്ഞു തരാമോ? ഞാൻ പറഞ്ഞു, എനിക്ക് പ്രത്യേകിച്ച് ഒരു വഴിയും പറഞ്ഞു തരാനില്ല. വചന അധിഷ്ഠിതമായി ഈ പാഠഭാഗവും ഒപ്പം തന്നെ കൊളോസോസാർക്ക് എഴുതിയ ലേഖനം നാം വായിക്കുമ്പോഴും എല്ലാം നിങ്ങൾക്കറിയാം. കൊളോസോസാർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം 22 മുതലുള്ള വചനങ്ങൾ വീണ്ടും പറയുന്നു: നിങ്ങളുടെ ലൗകിക യജമാനന്മാരെ എല്ലാ കാര്യത്തിലും അനുസരിക്കുവിൻ. ഇത് മനുഷ്യർക്ക് വേണ്ടി ആയിരിക്കരുത്, കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട് ആത്മാർത്ഥതയോടെ ചെയ്യുന്നതാവണം. വചനം ഇഷ്ടം പോലെയുണ്ട്. പക്ഷെ പിറ്റേ ദിവസം എന്ത് ചെയ്യും എന്നുള്ളതിനെ പറ്റി ഒരു ഉത്കണ്ഠ ഈ കുട്ടിയുടെ ഉള്ളിൽ നിറഞ്ഞു. ഞാൻ ഇത്ര മാത്രം പറഞ്ഞു: ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക. ഒരു വഴി ദൈവം കാണിച്ചു തന്നോളൂ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാമോ, പിറ്റേ ദിവസം വെളുപ്പിന് 4 മണി തുടങ്ങി ഈ കുട്ടിക്ക് അതിഭയങ്കരമായ പനി ആരംഭിച്ചു. ടെമ്പറേച്ചർ വളരെ കൂടുതലായിരുന്നു. ഈ കുട്ടിക്ക് ദേഹം വേദന ഉണ്ടായി. നല്ല ടെമ്പറേച്ചർ ഉള്ളതിനാൽ പിറ്റേ ദിവസം രാവിലെ ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. ഡോക്ടർ 3 ദിവസത്തെ ബെഡ് റെസ്റ്റ് നിർദ്ദേശിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കുട്ടി ഹോസ്റ്റലിൽ തന്നെ റെസ്റ്റ് എടുത്തു. നോക്കുക, തൻ്റെ ഉള്ളിലുള്ള ഒരു ആഗ്രഹം ദൈവത്തോട് തുറന്നു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രശ്നത്തിന് ഒരു പരിഹാരം ദൈവമായി കാണിച്ചു കൊടുക്കുക തന്നെ ചെയ്തു. ഈ ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറഞ്ഞത്, പലപ്പോഴും നാം എടുക്കേണ്ട തീരുമാനത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് വ്യക്തമായി ദൈവം നമ്മോട് വചനങ്ങളിൽ കൂടെ സംസാരിക്കുക തന്നെ ചെയ്യും. പക്ഷേ കുറച്ച് സമയത്തിന് ശേഷം നാം നമ്മുടേതായിട്ടുള്ള ന്യായവാദങ്ങളെല്ലാം നിരത്തി ദൈവവചനത്തെ നമ്മുടെ ഇഷ്ടത്തിന് വ്യാഖ്യാനിക്കുന്നതും ആ ഒരു ലെവലിലേക്ക് അതിനെ കൊണ്ടുവരുന്നതും സാധാരണ സംഭവിക്കാറുള്ള ഒരു കാര്യമാണ്. ഈ ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്ന് വചനാനുസൃതമായി നമ്മുടെ ഉള്ളിൽ ഉത്തമ ബോധ്യമുണ്ടായിട്ടും അത് കുഴപ്പമില്ല, ഇങ്ങനെയും ആകാമല്ലോ എന്ന് ചിന്തിക്കുന്ന എത്രയോ ആളുകളുണ്ട്. തീർച്ചയായും കർത്താവിൻ്റെ വചനത്തിന് എതിരായിട്ടുള്ള ഒരു പ്രവൃത്തി തന്നെയാണ് ഈ ചെയ്തത്. വചനം നമുക്ക് വഴികാട്ടിയാകട്ടെ. വചനം കേൾക്കുകയും എന്നാൽ അതനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവർ മണലിൽ ഭവനത്തിന് അടിസ്ഥാനമിട്ട വ്യക്തികളാണ്. ഒരു കാറ്റും
മഴയും വെള്ളപ്പൊക്കവും ഉണ്ടാകുമ്പോൾ ആ ഒരു ഭവനം വീണു പോകാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ്. നമുക്ക് ഈ അനുഭവങ്ങളെല്ലാം കോർത്തിണക്കി ഒന്ന് ചിന്തിക്കാം. നാം വചനം ശ്രവിക്കുന്നവർ മാത്രമാണോ, അതോ വചനം പാലിക്കുന്നതിൽ നിഷ്ഠയുള്ളവരാണോ? ഏതെല്ലാം കാര്യങ്ങളിലാണ് ദൈവവചനം കൃത്യമായി നമുക്കറിയാമായിരുന്നിട്ടും നാം കോംപ്രമൈസ് ചെയ്യുന്നത്? അല്പം കൂടെ വചനം പാലിക്കപ്പെടാനും വചനം പാലിക്കുന്നവരാകാനും പാറമേൽ അടിസ്ഥാനമിട്ട ഭവനം പണിയുന്നവരാകാനും ഈ അനുഭവവും നാം കണ്ട ബൈബിൾ വചനങ്ങളും നമുക്ക് വഴികാട്ടിയാകട്ടെ. വചനം നമ്മുടെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമായി തീരട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥനയിലേക്ക് കടക്കാം. നല്ല ഈശോയെ, ഈ സമയം ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, പുകഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു, നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഈ നിമിഷം വരെ അങ്ങ് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർത്ത് നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. ഈശോയെ, ഇന്ന് ഞങ്ങൾ കേട്ട വചനഭാഗങ്ങളിലൂടെ കടക്കുമ്പോൾ കർത്താവെ, അങ്ങയുടെ പ്രമാണങ്ങൾ അക്ഷരം പ്രതി പാലിക്കാനുള്ള കൃപാവരത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, വചനം വഴികാട്ടിയായിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കാതിരുന്ന ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഓർത്തും അതുപോലെ വിഷമിക്കുന്ന എല്ലാ മക്കളെയും കർത്താവെ, ഈ സമയം അങ്ങേ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഈശോയെ, അങ്ങ് വചനത്തിൽ അരുളി ചെയ്ത പോലെ അങ്ങയുടെ വചനമാകുന്ന പാറയിൽ അടിസ്ഥാനമിട്ട് ഭവനം നിർമ്മിക്കുന്നവരായി മാറാനുള്ള കൃപാവരം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിലേക്കും അങ്ങ് കൊടുക്കണമേ. കർത്താവെ, വചനം കേൾക്കുകയും എന്നാൽ അത് അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന എല്ലാ മക്കളുടെയും മേൽ കർത്താവെ, അങ്ങേ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. അങ്ങിൽ നിന്ന് വരം ലഭിച്ചാലല്ലാതെ ഞങ്ങൾക്ക് ആർക്കും കർത്താവെ അങ്ങയുടെ വചനങ്ങൾ പാലിക്കാൻ സാധിക്കുകയില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. വിശ്വസ്തയോടെ പാലിക്കപ്പെടാനുള്ള ദൈവവചനം അക്ഷരം പ്രതി അനുസരിക്കാനുള്ള കൃപ ഇന്ന് ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിലേക്കും അങ്ങ് സമൃദ്ധമായി വർഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ സകല പാപങ്ങൾക്കും അങ്ങ് കടപ്പുറതി നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങയുടെ ജ്ഞാനവും കൃപയും സമൃദ്ധമായി ഞങ്ങളിലേക്ക് അയക്കുന്നതിനും അങ്ങനെ കർത്താവെ, ജീവിതത്തിൽ സന്നിഗ്ധാവസ്ഥ വരുമ്പോഴെല്ലാം അങ്ങയുടെ വചനത്തിൽ ആശ്രയിക്കാനും അതിലൂടെ ഞങ്ങൾ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാനും വേണ്ട കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, സകല മാലാഖമാരെ, വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി ഈശോയുടെ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചു കൊള്ളണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും. ഓരുമോ നാമെല്ലാം യേശുവിൽ അഭിമാനിച്ചിടാം.